ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വരും അതുപോലെ ബ്രദർ അനിൽകുമാറും കൂടെ ഒരു സംവാദത്തിൽ ഏർപ്പെടുകയുണ്ടായി. തിരുവനന്തപുരത്ത് YMCA ഹാളിൽ വെച്ചിട്ടായിരുന്നു ആ പരിപാടി നടത്തപ്പെട്ടത്. അതൊരു നല്ല ഡിബേറ്റ് ആയിരുന്നു, സ്റ്റാൻഡേർഡ് ഡിബേറ്റ് ആയിരുന്നു. പ്രിയപ്പെട്ട അനിൽകുമാർ അയ്യപ്പൻ അദ്ദേഹം വളരെ ആധികാരികമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയതായിട്ടുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനിടയായി. വിഷയം എന്ന് പറയുന്നത് ബൈബിളിലെ യേശു ക്രിസ്തുവും ഖുറാനിലെ ഈസയും എന്നുള്ളായിരുന്നു വിഷയം. എന്നാൽ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വര് വളരെ നന്നായിട്ടൊക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം ചരിത്രപരമായ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ എടുക്കുന്ന ചില കാര്യങ്ങളുണ്ടായി. അത് നല്ലത് തന്നെയാണ്. പല ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഖുറാനിലെ ഈസയോ ബൈബിളിലെ യേശു എന്നുള്ളായിരുന്നു വിഷയം. അപ്പൊ അതിൽ നിൽക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ രാഹുലിന് സാധിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഇനി ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്ത്യയിൽ എനിവേ ഞാനാണ് ആദ്യമായിട്ട് ഈ വിഷയം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനിടയായത്. നമ്മുടെ പ്രിയ ശ്രീ MM അക്ബർ സാഹിബും അതിനുശേഷം പ്രിയപ്പെട്ട പെരുമ്പാവൂരുള്ള ഒരു സഹോദരനും ഒക്കെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ പല മേഖലകളിലും സംസാരിച്ചപ്പോൾ അതിന് ഒരു റീബട്ടലായിട്ട്, അതിനൊരു മറുപടിയായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ പ്രോഗ്രാംസ് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്താനിടയായി. അപ്പൊ കോട്ടയത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നത്. അന്ന് ഞാൻ എടുത്ത വിഷയം ഖുറാനിലെ ഈസയോ ബൈബിളിലെ യേശു ക്രിസ്തു എന്നുള്ളതായിരുന്നു. അതല്ല എന്നുള്ളത് തെളിയിക്കപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന പല വസ്തുതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം എനിക്ക് വളരെ താല്പര്യമുള്ളതാണ്. ആര് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും ഞാനത് വളരെ കൃത്യതയോടുകൂടെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ പുതിയ ആശയങ്ങൾ വല്ലതും ഉണ്ടോ എന്നറിയാൻ. എന്നാൽ ഞാൻ ഉന്നയിച്ച ആശയങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പലരും സംസാരിക്കാറുള്ളത്. പ്രിയപ്പെട്ട അനിൽകുമാർ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഇന്ന് അതിൻ്റെ ഒരു വിശകലനമായിട്ട് ഇന്ന് മാത്രമല്ല, ഇതൊരു സീരീസ് ഓഫ് ടോക്കായിട്ട് കാരണമുണ്ട് ഇത് പറയാനായിട്ട്. ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാവരും, അത് മുസ്ലിം സഹോദരങ്ങളായിരുന്നാലും ക്രൈസ്തവ സഹോദരങ്ങളായിരുന്നാലും മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടുന്ന വസ്തുതാപരമായ കാര്യങ്ങളായതുകൊണ്ടാണ് ഇത് നമ്മൾ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതാരെയും ഇകഴ്ത്താനോ ഏതെങ്കിലും തരത്തിൽ കൊച്ചാക്കി പറയാനോ ഒന്നും നമുക്ക് പാടില്ല. ഇത് ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ആ സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉന്നയിച്ചിരിക്കുന്ന ചില വിഷയം ക്രിസ്തീയ ഇസ്ലാമിക തത്വചിന്തയിലെ വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തില് ചരിത്രം, ഭാഷാശാസ്ത്രം, വംശാവലി, ഭൂമിശാസ്ത്രം, ദൈവശാസ്ത്രം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിലെ ആഴത്തിലുള്ള വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. താഴെ കൊടുക്കുന്നത് ഖുറാനിലെ ഈസയും ബൈബിളിലെ യേശു ക്രിസ്തുവും ഒരേ വ്യക്തിയല്ലെന്ന നിലപാടിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളുടെ സമാഹാരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതോടൊപ്പം ഈ വിഷയത്തില് മുസ്ലിം പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്ന കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുകയും അത് ഞാൻ മാനിക്കുകയും ചെയ്യുന്നു. ഖുറാനിലെ ഈസയും ബൈബിളിലെ യേശുവും ഭാഷ, വംശാവലി, ഗോത്ര, ഭൂമിശാസ്ത്ര, ദൈവശാസ്ത്ര വ്യത്യാസങ്ങൾ ബൈബിളിലെ യേശു ക്രിസ്തുവിനെയും ഖുറാനിലെ ഈസയും ഒരേ വ്യക്തിയായിട്ട് അവതരിപ്പിക്കപ്പെടാറുണ്ടെങ്കിലും ഈ രണ്ട് മതഗ്രന്ഥങ്ങളും പരിശോധിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വം, വംശാവലി, ദൗത്യം, ജനനം, ഭാഷാപരമായ അടിസ്ഥാനം, ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ എന്നിവയിൽ ഗൗരവമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ സാധാരണ പേരിലോ അവതരണത്തിലോ ഉള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമല്ല. രാഹുൽ ഈശ്വറിന്റെ ഏറ്റവും വലിയൊരു വാദം അതാണ്, അതൊരു പേരിലുള്ള മാറ്റം എന്നുള്ളതാണ്, ചെറിയ അവതരണത്തിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് രണ്ട് വ്യത്യസ്ത മതപരമായ വ്യക്തിത്വങ്ങൾക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ ഞാൻ സമ്മതിക്കുന്ന ഒരു സത്യം, ഖുറാനിൽ മശിഹായെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടെന്നത് തർക്കമറ്റ സംഗതിയാണ്. കൃത്യമായിട്ട് ഖുറാനിൽ മശിഹായെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് എന്തൊക്കെയാണ്, ഏതെല്ലാം മേഖലയിലാണ് വിശുദ്ധ ബൈബിളുമായിട്ട് അത് യോജിച്ചിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പൊ ഇവിടെയാണ് മുസ്ലിം ക്രിസ്ത്യൻ ഡയലോഗിന്റെ അനിവാര്യത.
തീർച്ചയായും സ്നേഹ ചർച്ചകൾ നടക്കണം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് യേശുവ് അൽ മശീഹ് നമ്മോട് കൃത്യമായിട്ട് അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വരും പ്രിയപ്പെട്ട ബ്രദർ അനിൽകുമാർ അയ്യപ്പനും തമ്മിൽ നടന്ന സംവാദത്തിന്റെ അടിസ്ഥാനത്തിലെ ചില വസ്തുതകൾ പങ്കുവെക്കട്ടെ. ഖുറാനിലെ ഈശയും ബൈബിളിലെ യേശു, അറബി ബൈബിളിൽ യേശു അൽ മശീഹ് എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈസ എന്നല്ല. അറബി ബൈബിളിൽ യേശു അൽ മശീഹ് എന്നാണ് യേശു ക്രിസ്തുവിനെ സംബോധന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഫിലോളജിക്കൽ ഡിഫറൻസിയേഷൻ ആണ്, ഭാഷാശാസ്ത്രപരമായ വ്യത്യാസം. മറക്കല്ലേ, ഭാഷാശാസ്ത്രപരമായ വ്യത്യാസം, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കണം. അപ്പൊ യേശുവും ഈശയും, ബൈബിളിലെ ജീസസ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ഗ്രീക്ക് രൂപം ഈസൂസ് ആണ്, ഈസൂസ്. അതിന്റെ ഹീബ്രു രൂപം യഹോഷ്വ എന്നാണ്, അഥവാ യേശുവ എന്നാണ്. ഈ പദത്തിന്റെ അർത്ഥം യഹോവ രക്ഷകൻ, യഹോവ രക്ഷകൻ. ഈ പദത്തിന് ഒരർത്ഥമുണ്ട്. അത് ഹീബ്രുവിലാണെങ്കിലും അർത്ഥമുണ്ട്, മലയാളത്തിലാണെങ്കിലും അർത്ഥമുണ്ട്. ഏത് ഭാഷയിലും ഈ യേശുഹ് എന്നുള്ള പദത്തിന് യഹോവ രക്ഷകൻ, യാഹവേ ഈ സാൽവേഷൻ എന്ന അർത്ഥം ആ പദത്തിനുണ്ട്, ആ വാക്കിന് ഉണ്ട്. അതിന്റെ പൊരുൾ നമുക്ക് വിശുദ്ധ ബൈബിളിന്റെയും അതേപോലെ തന്നെ അതിന്റെ കൗണ്ടറായിട്ട് ഖുറാന്റെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഈ സംവാദ വിഷയം, ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് അനിൽകുമാർ അയ്യപ്പൻ മാത്രമാണ് നിന്നത്. പ്രിയപ്പെട്ട രാഹുൽ അതിൽ നിന്ന് ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയതുകൊണ്ടാണ് പല കാര്യങ്ങളിലും ഒരുപാട് പടർത്തി പറയേണ്ടി വന്നതൊക്കെ. അപ്പം വിഷയത്തിൽ നിൽക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ കുറച്ചും കൂടെ ആ ഡിബേറ്റ് ഭംഗിയാക്കാൻ സാധിക്കുമായിരുന്നു പ്രിയപ്പെട്ട രാഹുൽ ഈശ്വറിന്. വിഷയം എന്താണ്? ബൈബിളിലെ യേശു, ഖുറാനിലെ ഈസായും. ബൈബിളാണ് അടിസ്ഥാനപരമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ചരിത്രപരമായ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ചരിത്രപരമായ വസ്തുതകളോ അതിനോട് സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഖുറാനാണ് ആധികാരികമായിട്ട് എടുക്കേണ്ടിയിരുന്നത്. ഖുറാനും അനുബന്ധ ഗ്രന്ഥങ്ങൾ എടുക്കണം, കാരണം ഖുറാൻ അതിൽ തന്നെ പൂർണ്ണമതയല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഖുറാന്റെ ഹദീസുകൾ, അതേപോലെ തന്നെ സീറ, ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിലേ ഖുറാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതും പോരാ, ബൈബിളിന്റെ അടിസ്ഥാനം കൂടെ വേണം ഖുറാൻ മനസ്സിലാക്കാൻ. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഈശ്വർ ചെയ്യേണ്ടിയിരുന്നത് ബൈബിളും ഖുറാനും എടുത്ത് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണമായിരുന്നു. അതിനകത്ത് രാഹുൽ ഈശ്വറിന് ഒരു വലിയ തെറ്റുപറ്റി എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ ആളുകൾ വീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ച്, സംവാദത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ പറയുന്നത്. അപ്പൊ ഞാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നത് നോക്കാം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ദൂതൻ വന്നിട്ട് പറയുകയാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേർ വിളിക്കണം, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഇവിടെ ഞാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നിന്ന് പറയുകയാണ്. അത് ഒരു പ്രവചന വാക്യത്തെ എടുത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നതാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേർ വിളിക്കണം, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ ഇവിടെ യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെയാണ് ഇവിടെ യേശു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? തന്റെ ജനത്തിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ദൈവം. അതാണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം. പലപ്പോഴും രക്ഷകൻ എന്നൊക്കെ യേശുവിനെ കുറിച്ച് പറയാറുണ്ട്, എന്നാൽ അത് പൂർണ്ണമല്ല. യഹോവ രക്ഷകൻ എന്ന് തന്നെയാണ് യേശു എന്ന വാക്കിന്റെ പൂർണ്ണ അർത്ഥം എന്നുള്ളത് നാം വിസ്മരിച്ചു പോരുത്. അപ്പൊ ഇനി നമ്മൾ അറബി ബൈബിളിലേക്ക് പോവുകയാണെങ്കിൽ, അറബി ബൈബിളിൽ യേശുവിന്റെ പേര് സാധാരണയായിട്ട് പറഞ്ഞിരിക്കുന്നത് യേശൂഹ് എന്നാണ്. യേശൂഹ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഖുറാനിൽ ഉപയോഗിച്ചിരിക്കുന്ന പേര് ഈസ എന്നാണ്. ഈ പറയുന്ന യേശുഹ് അൽ മശീഹിനെ കുറിച്ചാണോ എന്നുള്ളതാണ് നമ്മുടെ സംവാദം, അല്ലെങ്കിൽ നമ്മുടെ ആശയവിനിമയത്തിൽ അല്ലെങ്കിൽ ഡയലോഗിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ഭാഷാ ശാസ്ത്രജ്ഞരും ഈസ എന്ന പദത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചില ക്രിസ്തീയ വിമർശകരും ചില അറബി ഗവേഷകരും, പ്രത്യേകിച്ച് സലാം ഫലീഖ് പോലെയുള്ള ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് ചില പ്രാദേശിക അറബി ഗോത്ര ഭാഷകളിൽ ഈസ എന്ന പദത്തിന് നല്ലതല്ലാത്തതായിട്ടുള്ള അർത്ഥമുണ്ടെന്ന് വാദിക്കുന്നു. അവയിൽ കാട്ടുകഴുതയുടെ മൂത്രം അല്ലെങ്കിൽ ആ മൂത്രത്തിൽ നിന്ന് എടുക്കുന്ന വിഷം എന്ന വ്യാഖ്യാനങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ സലാം ഫലീഖ് എൻ്റെ അധ്യാപകനാണ്.
എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഫിലോളജിസ്റ്റ് ആണ്. അത് വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ട് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള നോട്ടിനകത്തും ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കേരളത്തിൽ വരുമ്പോഴൊക്കെ ഒരു പരിഭാഷകനും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ലൊരു വിദ്യാർത്ഥിയും കൂടിയാണ് ഞാൻ. പല അധ്യാപകരിൽ ഒരു നല്ല അധ്യാപകനാണ് അദ്ദേഹം എനിക്ക്. എന്നാൽ ഈ അവകാശവാദമെല്ലാം അറബി ഭാഷാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ സലാം അലിക്ക് പറയുന്ന എല്ലാ അറബി ഭാഷാ പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിക്കുന്നില്ല. എങ്കിലും ബൈബിളിലെ യേശു എന്ന രക്ഷിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ആ ഒരു പദമല്ല ഈസ എന്ന പദവും ഭാഷാപരമായി ഒരേ ഉറവിടത്തിൽ നിന്നുള്ള അല്ല എന്നും അവരും അംഗീകരിക്കുന്നുണ്ട്. അറബി പണ്ഡിതന്മാരും എല്ലാ അറബി പണ്ഡിതന്മാരും ആ കാര്യം അംഗീകരിക്കുന്നുണ്ട്. അറബിയിൽ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന യേശുവിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഈസ എന്നല്ല, മറിച്ച് യശൂഹ് അൽ മശിഹ് എന്നാണ്. അത് എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്? കാരണം ഈസ അല്ല യേശു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒന്നാമത്തെ എൻ്റെ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ എൻ്റെ ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത് ഈ ഫിലോളജിക്കലി ഈസയും യേശുവും ഒരാളല്ല. ഫിലോളജിക്കലി ഒരാളല്ല. മാത്രവുമല്ല ആ ഒരാളെ അല്ല ഖുറാൻ വ്യക്തമാക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യശൂഹ് അൽ മശിഹയെ കുറിച്ചല്ല ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് എൻ്റെ ഒന്നാമത്തെ വാദം. എൻ്റെ വാദം ഞാൻ വളരെ കൃത്യമായിട്ട് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നു. ഭാഷാപരമായിട്ട് ഈസയും യേശുവും രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഈസ എന്നുള്ള ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് അതിൻ്റെ അറിയേണ്ട ആവശ്യവുമില്ല. എന്നാൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള സത്യമാണെന്നുള്ളത് ഈവൻ രാഹുൽ ഈശ്വർ പോലും അംഗീകരിച്ചു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ ഞാൻ ഒന്നാമത്തെ ആർഗ്യുമെന്റിൽ ഇവിടെ നിർത്തുകയാണ്. രണ്ടാമത്തത് മുതൽ താഴോട്ട് നമുക്ക് പിന്നീട് കേൾക്കാം. നന്ദി, നമസ്കാരം.